പ്രായപരിധി മാനദണ്ഡങ്ങളിൽ CPIM PB അംഗങ്ങൾക്ക് ഇളവ് വേണമെന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ ആവശ്യം. കൂടുതൽ നേതാക്കൾ ഒന്നിച്ചൊഴിയുന്നത് പ്രതിസന്ധിയുണ്ടാക്കും. നേതാക്കളുടെ അനുഭവ സമ്പത്ത് പ്രയോജനപ്പെടുത്തണമെന്നും യുവ നേതാക്കൾ ആവശ്യം ഉന്നയിച്ചു. ബൽറാം നെടുങ്ങാടിയുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, എന്തൊക്കെയാണ് ചർച്ചയായത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? കീർത്തന, ഇന്ന് അവസാനിച്ച കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ അജണ്ട എന്നുള്ളത് സംഘടനാ രേഖയുടെ കരടിന് അന്തിമ രൂപം നൽകുക, അംഗീകാരം നൽകുക എന്നുള്ളതാണ്. എങ്കിൽ പോലും പ്രായപരിധി മാനദണ്ഡം എന്നുള്ളത് കഴിഞ്ഞ യോഗങ്ങളിലെല്ലാം പോലെ തന്നെ ഇന്നത്തെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലും ഉയർന്നു വന്നു എന്നാണ് നമുക്ക് ലഭ്യമായ വിവരം. ഈ പ്രായപരിധി മാനദണ്ഡത്തിൽ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്ക് ഇളവ് നൽകണം എന്ന ആവശ്യമാണ് കേന്ദ്ര കമ്മിറ്റിയിലെ ചർച്ചകളിൽ ചില അംഗങ്ങൾ ഉയർത്തിയിരിക്കുന്നത്. കാരണം നിലവിലെ പ്രായപരിധി മാനദണ്ഡം പാലിക്കുകയാണെങ്കിൽ പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഒപ്പം തന്നെ മണിക് സർക്കാർ അടക്കമുള്ള 7 നേതാക്കൾ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും പ്രായപരിധിയുടെ പേരിൽ ഒഴിയേണ്ടി വരും. മുഖ്യമന്ത്രിക്ക് ഇളവ് നൽകും, മുഖ്യമന്ത്രി എന്ന ചുമതല പദവി വഹിക്കുന്നതിനാൽ എന്ന കാര്യത്തിൽ സ്ഥിരീകരണമുണ്ട്. എങ്കിൽ പോലും 6 മുതിർന്ന നേതാക്കൾ, അതിൽ ഭൂരിഭാഗം പേരും പാർട്ടി സെന്ററിൽ പ്രവർത്തിക്കുന്നവർ ഒഴിയുന്ന സാഹചര്യം അത് പാർട്ടിക്ക് വലിയ പ്രതിസന്ധി നേതൃനിരയിൽ സൃഷ്ടിക്കും എന്ന അഭിപ്രായമാണ് അംഗങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെയും ഈ പോളിറ്റ് ബ്യൂറോ യോഗങ്ങളിലും ഇത്തരത്തിലുള്ള അഭിപ്രായം, ഈ പ്രായപരിധി പൂർത്തിയാകാത്ത അംഗങ്ങളാണ് ഇത്തരത്തിലുള്ള അഭിപ്രായം ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ തുടരേണ്ടതാണ് എന്ന തരത്തിലുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു. പ്രകാശ് കാരാട്ട് എന്നാൽ ഒഴിയും, പ്രായപരിധി മാനദണ്ഡം കൃത്യമായി പാലിക്കണം, താൻ ഒഴിയുകയാണ് എന്ന കാര്യമാണ് കഴിഞ്ഞ യോഗങ്ങളിൽ എല്ലാം തന്നെ അറിയിച്ചിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന ഇത്തരത്തിലുള്ള ചർച്ചകളിൽ തന്നെ ചില അംഗങ്ങൾക്ക്, മുഖ്യമന്ത്രിക്ക് കൂടാതെ ചില പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്ക് കൂടി ഇളവ് ലഭിച്ചേക്കുമെന്ന സൂചനകളുണ്ട്. അതിൽ പ്രധാനമായി ഉയർന്നു കേൾക്കുന്ന പേര് എന്നുള്ളത് മുൻ ത്രിപുര മുഖ്യമന്ത്രി മണിക് സർക്കാരിന്റെ പേരാണ്. അദ്ദേഹത്തിന് സംസ്ഥാന സമിതിയിൽ ഇളവ് നൽകിയിരുന്നു. സമാനമായി ബൃന്ദ കാരാട്ടിനോ മറ്റോ ഒരാൾക്ക് കൂടിയോ ഇളവ് നൽകിയേക്കും എന്ന സൂചനകളുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇന്ന് നടന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ചില യുവ നേതാക്കളാണ് ഈ ആവശ്യം, അല്ലെങ്കിൽ യുവ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ് ഈ ആവശ്യം ഉന്നയിച്ചത് എന്നുള്ളതാണ്. 4 പേർ ഇത് സമാന സ്വഭാവത്തിലുള്ള അഭിപ്രായം കേന്ദ്ര കമ്മിറ്റിയിലെ ചർച്ചകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 2 പേരാകട്ടെ ഈ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ 6 പേർ ഒഴിയുകയാണെങ്കിൽ അവർക്ക് പകരമായി പോളിറ്റ് ബ്യൂറോയിൽ എത്താൻ സാധ്യതയുള്ള അത്തരത്തിൽ പറഞ്ഞു കേൾക്കുന്ന പേരുകളാണ് മുതിർന്ന നേതാക്കൾ ഒഴിയരുത്, അവർക്ക് ഇളവ് നൽകണമെന്ന അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും മധുരയിൽ ചേരുന്ന പാർട്ടി കോൺഗ്രസിൽ നടക്കുന്ന ചർച്ചകളിൽ മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാവുക. കീർത്തന, ബൽറാം നെടുങ്ങാടിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.